എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരു സംശയം. സംശയം എന്നും നല്ലതാണ്. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് 2 പടമാണ്. തട്ടത്തിൻ മറയത്ത്, അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അന്ന് നമ്മളാണ് 2 നല്ല പടം, ഗംഭീര പടം നമ്മൾ നോക്കി. ആയതിനാൽ ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ചരിത്രം ആവർത്തിക്കും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ചരിത്രം ആവർത്തിക്കും. എന്താ വിശ്വാസാവുന്നില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഞാൻ കാണിച്ചുതരാം. വരിക. ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്, കോമഡി, ത്രില്ലർ എല്ലാം പെർഫെക്റ്റ്. ബ്ലോക്ക് ബസ്റ്റർ പടം. സിനിമ, സൗഹൃദം, സംഗീതം മൊത്തത്തിൽ അടിച്ചു പൊളിച്ചേക്കുന്നത്. കറക്റ്റ് വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്ക് കൊടുത്ത ട്രിബ്യൂട്ട് ആണ്. കോമഡി ഉണ്ട്, നല്ല മ്യൂസിക്കൽ എൻവയോൺമെന്റ് ആണ്, എല്ലാം ചേർത്തുണ്ട്. വിനീതിന്റെ ഓൾ ടൈം ബെസ്റ്റ് കിടിലം പടം. അപ്പം അടിപൊളി പറഞ്ഞ കിട്ടില്ല നമുക്ക്. ഇതിന്റെ ഭയങ്കര ഫീൽ ഗുഡ് പടം. എല്ലാം ചേർത്തിട്ട് ഈ വലിയ ഹിറ്റായിരിക്കും. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. അപ്പൊ നമുക്ക് ഇമ്മണി വിശ്വാസം പറ്റുന്നുണ്ട്. ഈ വിഷു ധ്യാൻ കൊണ്ടുപോയോ? നമ്മളുണ്ടായി. ബോംബെ വാസ് ഓൺ ഹൈ അലർട്ട്. ദിലാവർ ബോംബെയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ പോവുകയായിരുന്നു. പക്ഷെ ഒരു വലിയ തടസ്സം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. മോനെ രംഗണ്ണന് പിള്ളേരും ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആണ്. വേറൊരു ലെവല് രംഗണ്ണ, വേറൊരു ലെവല്. ആവേശ സമയമായിരുന്നു പടം. വെരി നൈസ്. പടം ഫുൾ റൊമാൻസ്, ഫുൾ ഗൂസ് ബംപ്സ്. വായില വലിക്കുന്നത് വിഷയം ഒരു രക്ഷയില്ല. 6 செம்மையா இருக்கு. ஃபாத் ஃபசிலுக்காகனே நீங்க போய் பார்க்கலாம். அவரோட பிரசன்ஸ் ஸ்கிரீன்ல பயங்கரமா இருந்தது. രോമാഞ്ചം ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മൈൻഡ് എംപ്റ്റിയാ വെച്ചിട്ട് വാങ്ങ, ജോലി എൻജോയ് പண்றேன். കോമഡിക്ക് കോമഡി ഉണ്ട്, പിന്നെ സുഷിന്റെ കിഡിലെ മ്യൂസിക് ആണ്. ത്രൂ ഔട്ട് നമ്മളങ്ങനെ അഡ്രിനാലിൻ റഷാണ് പടം മൊത്തത്തില്. ഫുൾ എന്റർടൈനർക്ക് என்னென்னலாம் தேவையோ எல்லாமே. മനസ്സിലായോ? ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു. പടം ഓടുന്നല്ല, വിന്നറാവോ പറ്റൂലേ. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? തടയരുത്. അല്ല, സെക്കൻഡ് ഹാഫ് നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. അതെ, അങ്ങനെ പ്രത്യേകത കൂടി ഈ പടത്തിനുണ്ട്. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അല്ല, സെക്കൻഡ് ഹാഫ് ഇവനെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല. എന്റെ അമ്മ സത്യം. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. വിഡിത്തിരെ പറയുള്ളൂ, തെണ്ടി. താനൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഞാനത് ഭയങ്കര ആ ഒരു മൂടി പറഞ്ഞതൊന്നുമല്ല. ഒരു കോമ്പറ്റീഷൻ മൂടൊന്നും അവർക്കൊന്നുമില്ല. അത് അവര് എനിക്ക് വിനീതേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കാറൊക്കെ. അതുകൊണ്ട് നമ്മളാണ് വിന്നർ. മാറ്റക്കേസ് ഉണ്ടാക്കിയിട്ട് വന്ന് നിക്ക പോങ്ങൻ. എടാ, നിന്റെ സംസർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റണത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. നമ്മളും ആവേശവും ജഗണേഷും എല്ലാം നല്ല പടം. നല്ല പടം. നമ്മൾ നോക്കിയത് എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ.